ബഹുമാനപ്പെട്ട BJP അതാണ്, നിങ്ങളല്ല. നേതാവിടെ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞു 63 സീറ്റുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ് അധികാരത്തിൽ. 63 സീറ്റ്. ഇത് തമ്മിത്തല്ലി പിളരും, പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. ശരി, 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ അല്ലേ? എന്നിട്ട് ഏയ് 2 സീനിയർ നേതാക്കന്മാര്, ഒരാൾ 2ാമത്തെ ബെഞ്ചിലും ഒരാൾ 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻസീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇവിടെ 3 അംഗങ്ങളെ മറുഭാഗത്ത് എത്രമാത്രം ഭയക്കുന്നു എന്ന് അവരുടെ ചർച്ചയിൽ വ്യക്തമായി. അവർ ഭയക്കുന്നത് ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം അധികാരത്തിൽ വരുമോ എന്ന ഭയമായിരിക്കും അവർക്കുള്ളത്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്തതിനെയാണ് അവർ ബഹുമാനപ്പെട്ട ഒരു അംഗം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുടെ പാർട്ടിയുടെ മെജോറിറ്റിയും സീനിയോറിറ്റിയും പരിഗണിച്ചിട്ടാണോ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്തത്, അതോ നിങ്ങളുടെ മുന്നണിയുടെ മൈനോറിറ്റിയുടെ അഭിപ്രായമാണോ നിങ്ങൾ നടപ്പിലാക്കിയത് പാർലമെന്ററി പാർട്ടി ലീഡറെയും മുഖ്യമന്ത്രിയെയും തെരഞ്ഞെടുക്കാൻ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് നിങ്ങളൊന്ന് വ്യക്തമാക്കിയിട്ട് ഇപ്പുറത്തുള്ള 3 പേരെ കുറിച്ച് കുറ്റം പറയുന്നതായിരിക്കും നല്ലത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ നിയമസഭയിൽ ഇന്ന് നമ്മൾ കണ്ടത് മദ്യനയത്തിലെ സാമ്പത്തിക ഇടപാടിൽ ആർക്കാണ് കൂടുതൽ ലഭിച്ചത് എന്ന സമയത്ത് തർക്കമാണ്. LDF ഇറങ്ങിപ്പോയി. ഒരു കാര്യം ഭരണകക്ഷി വ്യക്തമാക്കേണ്ടത് ഈ ഇടപാടിൽ എത്രയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടായത്. ഇപ്പുറത്ത് LDFന് വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ചു കൊടുക്കണം. കാര്യം നിങ്ങൾ 2 പേരും ദേശീയ അടിസ്ഥാനത്തിൽ ഒരേ മുന്നണിയുടെ ഘടകകക്ഷികളാണ്. ഒരു സഖ്യകക്ഷിക്ക് അത്തരം കാര്യത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ആ കുറവ് ഒന്ന് സംഭവിക്കണം. LDFന്റെ ഭരണകാലത്തെ രൂപയുടെ മൂല്യം കണക്കാക്കി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. മറ്റൊന്ന്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ലോകസഭ പാസാക്കിയ ഒരു നിയമത്തിനെതിരെ ഇവിടെ പ്രമേയം അവതരിപ്പിക്കുകയാണ്. സാർ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം, ആ സമരത്തിന് വിദേശ ഫണ്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തില് വിദേശ ലോബികൾ വിദേശ ഫണ്ടിങ് നടത്തി നമ്മുടെ സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തുന്ന സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. മാറാട് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കൊടുത്ത പോലീസ് റിപ്പോർട്ടിലും ആ കലാപത്തിന് പിന്നില് വിദേശ ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. അപ്പൊ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അന്താരാഷ്ട്ര തീവ്രവാദിയായ മദനിയെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ നിയമസഭയാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലിനെതിരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നെ വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.